മതിയട തേച്ചത് തേച്ച് നാളെ പെരുന്നാൾക്ക് ഇടാൻ പറ്റാണ്ടാവും. ദേ നിനക്ക് കേൾക്കാണ്ടോ? ഏയ് എൻ്റെ തേക്കലൊക്കെ കഴിഞ്ഞതാ, എനിക്കിത് മടക്കി വെക്കാനും കൂടി ഉള്ളൂ. ഈ പാൻറ്റിക്ക് ഇത് മേച്ചാവൂടാ? സൂപ്പറാ. അതെ, നാളെ പെരുന്നാളായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വാങ്ങണം. നാളെ കടകളൊന്നും തുറക്കൂല കേട്ടോ. അതോർത്ത് നീ വിഷമിക്കണ്ട, അബുക്ക് വരുമ്പോൾ നല്ല ഒന്നാം തരം പോത്തർച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അബുക്കെന്താ ഇന്നേരത്തെ പുറത്തു പോക്ക്? ഇത് പതിവില്ലാത്തതാണല്ലോ. അതെ, ഒരു ടിക്കറ്റ് എങ്ങനെയെങ്കിലും തരപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നാട്ടിൽ കുട്ടികൾ കൂടെ കഴിക്കണം എന്നൊരാഗ്രഹം നിലപെടിരുന്ന് പറയുന്നത് കേട്ടു. നാട്ടിൽ മറ്റന്നാളാണല്ലോ പെരുന്നാൾ. 22 കൊല്ലമായി തരം നാട്ടിലൊരു പെരുന്നാൾ കൂടിയിട്ട്. അല്ല, അടുത്ത മാസം മോളെ കല്യാണത്തിന് പോവാന്നും പറഞ്ഞ് പെട്ടി കെട്ടി വെച്ചിട്ടൊരു മാസമായല്ലോ. എന്നിട്ടിപ്പോൾ എന്താ എങ്ങനെ? ഇന്നലെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ പറഞ്ഞു. ഈ 22 വർഷത്തെ പ്രവാസം 4-5 പെൺമക്കളെ കെട്ടിച്ചയക്കാനും മഴ പെയ്താൽ നനയാത്തൊരു കൊച്ചു കൂര പണിയാനും മാത്രമേ തികഞ്ഞുള്ളൂ എന്നും പറഞ്ഞ് അൽഹംദുലില്ലാ എന്നും ചൊല്ലി റബ്ബിനെ സ്തുതിക്കുമ്പോഴും ആ കണ്ണിലെ നിലവിൽ നിരാശ നേടിച്ചിരിക്കുന്നത് കാണായിരുന്നു. എന്താ ചെയ്യുക? ഒരു ഗ്രോസറി ജീവനക്കാരന് എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന 1000-1200 ദിർഹം കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം തന്നെയാണ്. ശരിയാ, അബുക്കാൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കൊക്കെ വരാൻ പോണ ദുരന്തത്തിൻ്റെ സൂചനയാണെന്ന് തോന്നിപ്പോയി ഒരു നിമിഷം. അബുക്ക് എത്തിയല്ലോ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ദാ മക്കളെ, ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്, ഫ്രഷാ. പോയ കാര്യം എന്താ അബുക്ക? അതൊന്നും എനിക്ക് വിധിച്ചതല്ല മക്കളെ. മറ്റന്നാളേക്ക് ടിക്കറ്റ് കിട്ടാനുണ്ട്. 4000-4500 റേറ്റ്. വിമാന കമ്പനിക്കാരുടെ ചാകരക്കാലല്ലേ പെരുന്നാളും മറ്റും. ആ കാശുണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ കല്യാണത്തിന് 5 പവൻ പൊന്നെ കടം പറയാതെ വാങ്ങിച്ചൂടെ? ഇരുപത്തിരണ്ട് വർഷമായി ഇവിടെ തന്നെയല്ലേ പെരുന്നാൾ കൂടിയത്. ഇക്കൊല്ലം അതങ്ങനെ തന്നെ ആവട്ടെ. നമുക്കിതൊക്കെ ആഗ്രഹിക്കാനുള്ള അവകാശമല്ലേ ഉള്ളൂ, അനുഭവിക്കാനുള്ള യോഗമല്ലല്ലോ. അപ്പൊ നിങ്ങൾ കിടക്കുക, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട മക്കളെ, ഞാൻ പുറത്തുനിന്ന് ഒരു ചായ കുടിച്ച് കുറേ നടന്നിട്ടാവും, നല്ല ക്ഷീണുണ്ട്. നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ലൈറ്റ് ഒന്നാണ്ട് ഓഫാക്കി. വാടാ, നമുക്ക് ആ കിച്ചണിൽ സംസാരിക്കാം. വാ മുനീറ, ആ പാവം കിടന്നോട്ടെ. അബുക്കാൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് പെരുന്നാൾ ആഘോഷിക്കാനും മൂടുമില്ല. പെരുന്നാളായിട്ട് ഒരു പുതിയ ഷർട്ട് പോലും ആ പാവം വാങ്ങിയിട്ടില്ല.
പ്രാരാബ്ദം കൊണ്ടാടോ ഈ ദുനിയാവിൻ്റെ ഒക്കെ ഒരവസ്ഥ. പണമുള്ളവരെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും, പാവപ്പെട്ടവരെല്ലാവരും കൂടി സഹായിച്ചിട്ട് അതും നടക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളവരെ കാര്യം, പേരിനൊരു പ്രവാസി കൂടിയാണെങ്കിൽ ആരോടാ എങ്ങനാ ചോദിക്കുക, ആരാ സഹായിക്കുക? എടാ, നാട്ടിൽ മറ്റന്നാളല്ലേ പെരുന്നാൾ. നമ്മൾ 3 പേരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇപ്രാവശ്യം അബുക്കാനെ പെരുന്നാൾ കൂടെ നാട്ടിലയച്ചൂടെ? ഞാനും അത് ആലോചിക്കാഞ്ഞല്ല. നമ്മൾ 3 വിചാരിച്ചാ അത് നടക്കും. എന്താ? ഞാൻ റെഡി. എൻ്റെ ഫോൺ മാറ്റി വാങ്ങാൻ വെച്ച കുറച്ച് കാശുണ്ട്. പുതിയ ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം പെരുന്നാളിന് ഉപ്പയെ കാണുമ്പോൾ മക്കൾക്കും, മക്കളെ കാണുമ്പോൾ ഉപ്പാക്കും ഉണ്ടാവില്ലടാ. നമുക്കത് പോരെ. പിന്നെ ഒരു കാര്യം, അബുക്ക് തൽക്കാലം ഇപ്പം ഇതൊന്നും അറിയണ്ട. അതെ, നാളെ പെരുന്നാൾസ്കാരം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് അബുക്കാണ് യാത്രയാക്കിയാലോ? അതെ, മറ്റന്നാളെ പെരുന്നാൾ കൂടാൻ ഇക്കാക്ക് നാട്ടിലെത്തുകയും ചെയ്യാം. നേരെ ഒരുപാടായി. വാ നമുക്ക് കിടക്കാം. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് നാളെ സംസാരിക്കാം. ഇൻഷാ അല്ലാ. നിന്റെ കുളി കഴിഞ്ഞതാ? ചെല്ലെ ബാത്റൂം ഒഴിവുണ്ടപ്പോൾ. രാവിലെ തന്നെ എന്തൊരു ചൂടാ വെള്ളത്തിന്. ആ ലൈറ്റ് ഇട്. അബുക്കാനെ വിളി. 6 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. അബുക്ക എണീക്ക്, ബാങ്ക് കൊടുത്തു. വൈകിയാൽ പിന്നെ പള്ളി സ്ഥലം കിട്ടൂല.